ഇതിലിനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബാലൻസിങ് മാസസ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ആണ്. ഡിഫറെൻറ്റ് പ്ലെയിൻസ് നമ്മൾ നേരത്തെ സെയിം പ്ലെയിനാണ് പഠിച്ചത്, പക്ഷേ ഇതല്ല ഇത്. നോക്കിയേ, അതായത് ഓരോ മാസം ഓരോ പ്ലെയിനിലാണ്ടാണ്. ഇവിടെ ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇത് വേറൊരു പ്ലെയിൻ, ഇത് വേറൊരു പ്ലെയിൻ. ഇതാണ് ഡിഫറെൻറ്റ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു ഷാഫ്റ്റിൻ്റെ ഓരോ പോയിന്റ് കൊണ്ടുവന്ന് കുത്തി വെച്ചേക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു പോയിന്റിലാണെന്ന് മാത്രമല്ല, ഇത് ചരിച്ചൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. ഒരു സെയിം പ്ലെയിനിൽ തന്നെയാണ്. നമ്മൾ ചരിച്ച് കുത്തുന്നത് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രം ആലോചിക്കുക, ഇത് ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണ്, പല പല പ്ലെയിൻസിലായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പ്ലെയിൻസ് വരുമ്പോഴത്തേക്ക് ഞാനിതെല്ലാം, പക്ഷേ നമ്മൾ ആംഗുലാർ പൊസിഷൻസിൽ നോക്കാം, നമുക്കിത് ഒരു ആംഗുലാർ പൊസിഷൻ കിട്ടും. പക്ഷേ ഇതെല്ലാം കൂടി ഒരു പോയിന്റിൽ തന്നെ ഉള്ളൂ. മറ്റടുത്ത് ഇതേപോലെ ഒരു ആംഗുലാർ പൊസിഷൻ നമുക്കുണ്ടാവും, അത് നമുക്ക് ആവശ്യമാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇതിലും ആംഗുലാർ പൊസിഷൻ ആവശ്യമാണ്, റേഡിയസ് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ചെയ്യാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് മാസസ് അറിയണം. റൊട്ടേറ്റിംഗ് മാസസ് ഏതൊക്കെയെന്ന് അറിയണം. 2 എത്ര എണ്ണം ഉണ്ട് അത് എത്രയും അറിയണം. ഇപ്പോൾ 4 എണ്ണമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി ഈ മാസസിൻ്റെ എല്ലാം എന്ത് വേണം? റേഡിയസ് വേണം. അപ്പോൾ റേഡിയ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, റേഡിയ ഓഫ് റൊട്ടേഷൻ അത്യാവശ്യമാണ്. നമ്മളവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ, മാസമായി റേഡിയസ് ഓഫ് റൊട്ടേഷൻ പറഞ്ഞു. പിന്നെ അതുകൂടാതെ നമ്മളതിൻ്റെ ആംഗുലാർ പൊസിഷൻസ് അല്ലേ, ഇവിടെ ഈ ഒരു സാധനത്തിനും ആംഗുലാർ പൊസിഷൻസ് വ്യത്യാസമാണ്. ഇപ്പോൾ പല പല ആംഗിളിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് അവിടുത്തെ ആംഗുലാർ പൊസിഷൻസ് വേണം. ഇനി നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ വേണ്ടത് പല പല പ്ലെയിനിലായതുകൊണ്ട് ഈ പ്ലെയിൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വേണ്ടേ. അതുകൊണ്ട് ഇതൊരു മാസമാണ്. അപ്പോൾ ഈ മാസം ഈ പ്ലെയിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വേണം. അതായത് ഇതൊരു പ്ലെയിൻ, ഇത് വേറൊരു പ്ലെയിൻ, പെർപെൻഡിക്കുലർ പ്ലെയിനാണ്, ഇത് വേറൊരു പ്ലെയിൻ. അപ്പോൾ ഓരോ പ്ലെയിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വേണം. ഓരോ പ്ലെയിനിലും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വേണം. ഇങ്ങനെ കണ്ടുപിടിക്കും. ഇങ്ങനെ ഓരോ പ്ലെയിനിലുള്ള ഡിസ്റ്റൻസ് വേണം. ഓരോ പ്ലെയിനിലുള്ള ഡിസ്റ്റൻസ് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലെയിൻസ്. അപ്പം ബാലൻസിങ് മാസസ് ഇൻ സെവറൽ ബാലൻസിങ് മാസസ് റൊട്ടേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ആണ് നമ്മൾ അടുത്ത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പ്ലെയിൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ റഫായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നുള്ളൂ. ഡിഫറെൻറ്റ് പ്ലെയിൻസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഷാഫ്റ്റ് ഇവിടെ ഉണ്ടാവും. ഉണ്ട്, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. നോക്കാം, നീട്ടി വരയ്ക്കാം. വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളണം. ഇതായിരിക്കും നിങ്ങളെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് റെസിപ്രോക്കേറ്റിംഗ് മാസിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി നമ്മളങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൽ അധികം കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ബാലൻസിങ് റൊട്ടേറ്റിംഗ് ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് പല പല മാസസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു മാസമുണ്ട് കണ്ടോ, M1, എൻ്റെ റേഡിയസ് R1 ആണ്. അടുത്ത ഇവിടെ ഒരു മാസമുണ്ട് M2, എൻ്റെ റേഡിയസ് R2 ആണ്. ഇവിടെ ഒരു മാസമുണ്ട് M3, എൻ്റെ റേഡിയസ് R3 ആണ്. അറിയാം. ഇവിടെ ഒരു മാസമുണ്ട് M4, എൻ്റെ റേഡിയസ് R4 ആണ്. അപ്പോൾ ഇത്രയുണ്ട്, M1, M2, M3, M4. ഇനി നമ്മൾ അടുത്ത പരിപാടി നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസുകൾ തന്നെ. അപ്പോൾ നമുക്കിവിടെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഒരു പ്ലെയിനിൽ കൊണ്ടുവന്ന് നമ്മൾ ഒരു ബാലൻസിങ് മാസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനിത് വരച്ചതെല്ലാം മോളിലോട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ഈ മോളിലോട്ട് താഴോട്ട് അങ്ങനെ വിചാരിച്ചതായിരുന്നു. ജസ്റ്റ് പ്ലെയിൻ അറിയാൻ വേണ്ടി വരച്ചതേ ഉള്ളൂ, അതായത് മോളിലോട്ടും താഴോട്ടും അങ്ങനെ വരയ്ക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ആംഗുലാർ പൊസിഷൻസ് എനിക്ക് ഇപ്പുറത്ത് വരയ്ക്കാം. ആംഗുലാർ പൊസിഷനാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യം. ഒരെണ്ണം ഹോറിസോണ്ടലായിട്ട് വെച്ചുകൊണ്ട് ബാക്കിയിലെ പൊസിഷൻസ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാകുമ്പം, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ M1 വരയ്ക്കുക, അതിന് റേഡിയസ് മാറ്റി അടുത്ത ആംഗിൾ മാറ്റി M2 വരയ്ക്കുക, അടുത്ത ആംഗിൾ മാറ്റി M4 വരയ്ക്കുക, അടുത്ത ആംഗിൾ മാറ്റി M3 വരയ്ക്കുക, അടുത്ത ആംഗിൾ മാറ്റി M4 വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്കിങ്ങനെ ഒരു സാധനം കിട്ടും. അപ്പോൾ ഈ ആംഗുലാർ പൊസിഷൻ ഇതെന്ന് പറയുന്നത് ഷാഫ്റ്റാണ്. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് ഉണ്ട് കേട്ടോ. R1, R2, R3, R4. ഇതിനെല്ലാം FC മാർക്ക് ചെയ്ത് വെക്കാമല്ലോ. പുറത്തേക്കാണല്ലോ FC1, ഇവിടെ നിന്ന് പുറത്തേക്കാണല്ലോ FC2, എൻ്റെ റേഡിയസ് FC2 അല്ല, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡയറക്ഷൻ ഇത് FC റേഡിയൽ ഔട്ട്ബോർഡായിരിക്കും. ഇതെന്ന് പറയുന്നത് FC4 റേഡിയൽ ഔട്ട്ബോർഡായിരിക്കും. ഇത്രയും നമുക്കറിയാം. ഇതിൻ്റെ വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും. M1 R1 ആണ്, M2 R2 ആണ്, M3 R3 ആണ്, M4 ആണ്. പക്ഷേ നമ്മൾ ഈ കപ്പിളും ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ നമുക്ക് ബാലൻസിങ് മാസമായിട്ട് കൊടുക്കേണ്ടി വരുന്നത് 2 സാധനങ്ങൾ ബാലൻസിങ് മാസമായിട്ട് കൊടുക്കേണ്ടി വരും. മിനിമം 2 മാസം വേണ്ടി വരും. 2 മാസമാണ് എന്തുകൊണ്ടാണ് വേണ്ടി വരുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സിംഗിൾ പ്ലെയിനിലാണെങ്കിൽ അവിടെ സ്റ്റാറ്റിക് ബാലൻസിങ് കണ്ടീഷൻ അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ ഡൈനാമിക് ബാലൻസിങ് കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി അച്ചീവ് ചെയ്യും. ഒരു ഡിഫറൻറ്റ് പ്ലെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കപ്പിളുണ്ടാകും. കപ്പിളിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു ബാലൻസിങ് മാസം കൊടുക്കും. അപ്പോൾ 2 ബാലൻസിങ് മാസം അവിടെ റിക്വയർമെൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ബേസിക്സ് പറഞ്ഞതാണ്. അതിൻ്റെ ഡൈനാമിക് ബാലൻസിങ് കണ്ടീഷൻ എങ്ങനെ അച്ചീവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു സിംഗിൾ മാസമാണ് വരുന്നതെങ്കിൽ
ഒരു ഡിഫറൻറ്റ് പ്ലെയിൻസിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ബാലൻസിങ് മാസമായിട്ട് നമ്മളവിടെ എത്രയാണ് കൊടുക്കേണ്ടി വരും? 2 കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ 2 ബാലൻസിങ് മാസമാണ് ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഈ 2 ബാലൻസിങ് മാസം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 ബാലൻസ് മാസം നമുക്കിവിടെ കണ്ടുപിടിക്കണം. അതായത് നേരത്തെ പോലെ ഒരു ബാലൻസ് മാസം കണ്ടുപിടിച്ചാൽ പോലെ ഒരു സിംഗിൾ പ്ലെയിനിലുള്ള സമയത്തുള്ള ബാലൻസ് മാസം കണ്ടുപിടിച്ചാൽ പോലെ 2 ഡിഫറൻറ്റ് ബാലൻസ് മാസസ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 2 ഡിഫറൻറ്റ് ബാലൻസ് മാസം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ബാലൻസ് മാസം ഞാൻ കൊടുക്കാൻ പോകും, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. ചില ക്വസ്റ്റ്യൻസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ബാലൻസ് മാസം ഈ ഒരു സ്ഥലങ്ങളിൽ വേണം നിങ്ങൾ കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചില ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ടാവത്തില്ല, ചില ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാലൻസിങ് മാസസ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള 2 ബാലൻസ് മാസം ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനെന്ന് പറയുന്നത് കണ്ട് ഇവിടെയാണ് ഞാനൊരു ബാലൻസ് മാസം കൊടുക്കുന്നത്. ഈ 2 M1നും M2നും ഇടയ്ക്ക് ഒരു ബാലൻസ് മാസം കൊടുത്ത് അത് എക്സ് എന്ന് എടുത്ത് കേട്ടോ. ഇനി M3ക്ക് M5ക്ക് ഇടയ്ക്ക് വേറൊരു ബാലൻസ് മാസം എടുത്ത് Y എടുത്ത്. അപ്പോൾ എക്സ് ഞാൻ കണ്ടുപിടിക്കണം, Y ഞാൻ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ആംഗുലാർ പൊസിഷൻ എന്ന് എനിക്കിവിടെ അറിയാൻ പറ്റത്തില്ല, അത് നമുക്ക് പിന്നെ കിട്ടത്തുള്ളൂ. അത് ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ആംഗുലാർ പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ എക്സും വൈയും നമ്മൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് എൻ്റെ റെഫറൻസ് പ്ലെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് എൻ്റെ റെഫറൻസ് പ്ലെയിനായിട്ട് ചൂസ് ചെയ്യുന്നു. ഈ റെഫറൻസ് പ്ലെയിനായിട്ട് ചൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് ഈ റെഫറൻസ് പ്ലെയിനിൽ നിന്ന് ഓരോ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസസ് ഞാൻ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റെഫറൻസ് പ്ലെയിനിൽ നിന്ന് നമുക്ക് M2ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് എത്രയാണെന്നുള്ളത് എനിക്ക് അറിയണം. ദാറ്റ് ഈസ് L2. കാര്യം നമ്മൾ അതിൽ റിക്വയർമെൻറ്റ് ഉണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത പ്ലെയിനാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് കൊടുക്കാം. നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഇത്ര ഡിസ്റ്റൻസിൽ തന്നെ ഒരു പ്ലെയിൻ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അറിയേണ്ടത് ഈ M2 എന്ന് പറയുന്ന മാസിലേക്ക് ഈ റെഫറൻസ് പ്ലെയിനിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് എത്രയാണ്, പിന്നെ അടുത്ത ഇവിടെ നിന്ന് M3 എന്ന് പറയുന്ന മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഇവിടെ നിന്ന് MYയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അപ്പോൾ അത് L. ഇപ്പം M4ലേക്കുള്ള ഈ ഡിസ്റ്റൻസുകളെല്ലാം ഓൾറെഡി നോൺ ആയിരിക്കും. L4 ഈ ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് തന്നെ. നമുക്ക് അൺനോൺ ആയിട്ട് ഒരേ ഒരു കാര്യമുള്ളൂ, എക്സ് എന്ന് പറയുന്നത് MX എന്ന് പറയുന്നത് വാല്യൂ എത്ര, എക്സിൻ്റെ വാല്യൂ എത്ര, മാസ് എത്ര, Y എത്ര. ഇതിൻ്റെ റേഡിയസ് നമുക്ക് ഓൾറെഡി എന്തായിരിക്കും? നോൺ ആയിരിക്കും. ഇവിടെ റേഡിയസ് 6, ഇവിടുത്തെ റേഡിയസ് 6 നോൺ ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനോ ഒന്നും ചെയ്യാനൊന്നുമില്ല, അത് അവിടെ വെച്ചേക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എക്സും വൈയും. ബാക്കി ഞാൻ എഴുതുന്ന സാധനങ്ങളെല്ലാം നോൺ ആണെന്ന് ആലോചിച്ചോളാം. ഇനി ഒരു കാര്യമുണ്ട്, ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, റൈറ്റ് സൈഡിലേക്കുള്ളതെല്ലാം പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഈ ഡിസ്റ്റൻസ് എത്രയായാലും -L1 ആയിട്ട് എടുക്കുക. കാര്യം കപ്പിൾ കണ്ടുപിടിക്കുമ്പോൾ സൈൻ കൺവേർഷൻ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്ലസ് മൈനസ് ഇട്ടത്. കാര്യം റെഫറൻസ് പ്ലെയിന് വിത്ത് റെസ്പെക്ട് നമ്മൾ കപ്പിൾ ബാലൻസ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ കപ്പിൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസ്റ്റൻസ് വേണ്ടത്. കപ്പിൾ ചെയ്യാൻ നമുക്ക് ഫോഴ്സിന് നമ്മൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ആ റെഫറൻസ് പ്ലെയിൻ എടുത്തതിന് ശേഷം ആ റെഫറൻസ് പ്ലെയിൻ ഒന്ന് അൺനോൺ പ്ലെയിൻ തന്നെ ആയിരിക്കണം. അത് ആവുന്നതാണ് നല്ലത്. എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ആപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ പല ചില ട്വിസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ നമുക്ക് മാറ്റിയൊക്കെ എടുക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ടിപ്പിക്കൽ ഒരു ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. പ്രോബ്ലം ഒരു ടാബുലേഷൻ രീതിയിൽ ചെയ്തു പോകുന്നതായിരിക്കും ഇത് നല്ലതെന്ന് പറഞ്ഞാൽ. കാര്യം ടാബുലേഷൻ മെത്തേഡിൽ ചെയ്യുമ്പം നമുക്കിത്തുകൂടി ഉള്ള ഡേറ്റാസ് എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തൊക്കെ വേണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ടാബുലേഷൻ മെത്തേഡിൽ ഇപ്പോൾ അപ്പോൾ നോക്കാം. ടാബുലേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഗ്രാഫിക്കൽ മെത്തേഡാണ്, ജസ്റ്റ് ടാബുലേഷൻ ചെയ്തു പോകാം, വേണ്ട വാല്യൂസ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ നോക്കിയോ, ഞാനിത് വെച്ച് തന്നെ എഴുതാണേ. ഫസ്റ്റ് പ്ലെയിൻസ് എത്ര പ്ലെയിൻ ഉണ്ട്? 1 2 3 4 5 6. ഇത് നമുക്ക് M1 പ്ലെയിൻ എന്ന് പറയാം. 1 പ്ലെയിൻ, ഫസ്റ്റ് പ്ലെയിൻ. ഇതെന്താ? എക്സ് പ്ലെയിൻ. ഇതാണ് റെഫറൻസ് പ്ലെയിൻ ആയതുകൊണ്ട് വേണമെങ്കിൽ ബ്രാക്കറ്റ് റെഫറൻസ് പ്ലെയിൻ എന്ന് പറയാം. ഇതേതാ? 2 പ്ലെയിൻ. ഇത് തേർഡ് പ്ലെയിൻ. ഇത് Y പ്ലെയിൻ, ബാലൻസിങ് മാസ് കിടക്കുന്ന അടുത്ത പ്ലെയിൻ. ഇത് ഫോർത്ത് പ്ലെയിൻ. അപ്പോൾ 4 പ്ലെയിൻസ് ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പ്ലെയിൻസിലെല്ലാം ഓരോത്തിലുള്ള മാസസ് എഴുതുക. ഫസ്റ്റ് പ്ലെയിനിലുള്ള മാസ് എനിക്കറിയാം, M1. ഇതിലെ മാസ് എനിക്കറിയാമോ? MX. ഒരു കാര്യം ആലോചിക്കുക, ഇതെനിക്ക് അറിഞ്ഞുകൂടാ, വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്.
അടുത്ത ഏതാ M2. ഇവിടുത്തെ മാസം ഏതാ M3. ഇവിടുത്തെ മാസം ഏതാ My. എനിക്കറിയാമോ ഈ മാസം? അറിഞ്ഞൂടാ, കണ്ടുപിടിക്കണം. അടുത്ത M4. ഇതെല്ലാം അറിയാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെ റേഡിയോ എഴുതാം. റേഡിയോ എഴുതുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ റേഡിയോ എഴുതുമ്പോൾ റേഡിയസ് എഴുതും. ഫസ്റ്റ് M1ൻ്റെ റേഡിയസ് എത്ര? R1. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടേ ഇത് 6. അതും തന്നിട്ടുണ്ടേ. ഞാൻ അൺനോൺ അല്ല നോണാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഒട്ടിടുന്നില്ല. ഇത് R2, R3, ഇത് 6 തന്നിട്ടുണ്ട്, R4 ഇതെല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. പക്ഷേ അതിൽ ഒമേഗ സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് എഴുതുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബൈ ഒമേഗ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നോക്കി M1 R1 മൾട്ടിപ്ലൈ ചെയ്താൽ M1 R1 ഒരു വാല്യൂ കിട്ടും. പക്ഷേ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടൂലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? MX R. ഇതിൽ അൺനോൺ ആയിട്ട് നിൽക്കുന്ന സാധനം ഇതാണ്. R ഓൾറെഡി അറിയാം. അടുത്ത് ഇതെന്ത് കിട്ടും? M2 R2. ഇത് M3 R3. ഇവിടെ എന്ത് കിട്ടും? My R. അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ട് നിൽക്കുന്നത് My ആണ്. ഇതിപ്പോൾ 0.2 × Y, ഇത് 0.2 × MX എന്നൊക്കെ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? M4 R4. ഇതിലൊരു പ്രത്യേകത, നമുക്ക് ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ തോന്നും. നോക്കി 1 2 3 4 എണ്ണം ഉണ്ട്. പക്ഷേ ഇവിടെ എത്ര അൺനോൺസ് ഉണ്ട്? ഇതും അൺനോണാണ്, ഇതും അൺനോണാണ്. അതുകൊണ്ട് ഫോഴ്സ് പോളിഗൺ വരച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്തായാലും 0 ആവണേ, സ്റ്റാറ്റിക് ബാലൻസിങ് കണ്ടീഷൻ. അതുകൊണ്ട് നേരെ നമ്മൾ ഇതിൽ നിന്ന് കപ്പിളിലേക്ക് പോകുന്നു. കപ്പിളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെന്ത് എഴുതുന്നത്. അപ്പോൾ ഓരോ റെഫറൻസ് പ്ലെയിനിൽ നിന്നുള്ള ലെന്തുകളാണ് ഇവിടെ എഴുതാനുള്ളത്. ഫസ്റ്റ് ഒന്നാമത്തെ പ്ലെയിനിലേക്ക് റെഫറൻസ് പ്ലെയിനിൽ നിന്നുള്ള ലെന്ത് എത്ര? -L1. അതെനിക്കറിയാം, കാരണം -L1 എനിക്കറിയാം. ഇവിടെ ഉണ്ട് നോക്കിയേ, അടുത്ത പ്ലെയിൻ ഏതാ? എക്സ് പ്ലെയിനിലേക്ക് റെഫറൻസ് പ്ലെയിനിൽ നിന്നുള്ള ലെന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അവിടെ ലെന്തില്ല, 0. അതാണ് നമ്മളെ പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് ഈ അൺനോൺ മാസം എന്ന് പറയുന്നത് റെഫറൻസ് പ്ലെയിനായിട്ട് തന്നെ എടുത്തത്. ഇനി അടുത്ത ഏത് പ്ലെയിനാണ്? സെക്കൻഡ് പ്ലെയിൻ. ഈ സെക്കൻഡ് പ്ലെയിൻ M2. ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? L2. അതുകൊണ്ട് L2. പിന്നെ അടുത്ത M3. 3യിലേക്ക് ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്ര? L3. അടുത്ത 4 ഇതിലേക്കുള്ളത് L, അതായത് ഒയിലേക്കുള്ളത് നമുക്കറിയാം. നമുക്ക് അടുത്ത ഇവിടെ നിന്ന് ഇതുവരെയുള്ള 4ലേക്കുള്ളത് L4. ഇതെല്ലാം എനിക്ക് അറിയാമെന്നുള്ള സാധനമാണ്. ഇനി കപ്പിൾ കണ്ടുപിടിച്ച് നോക്കാം. കപ്പിൾ കണ്ടുപിടിക്കാൻ ഫോഴ്സിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ലെന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനോട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? മൈനസ് ഓഫ് കപ്പിള് ഇങ്ങനെ -M1 R1 L1. ഓക്കെ, ഇതെന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇവിടെയോ M2 R2 L2. ഇവിടെയോ M3 R3 L3. ഇവിടെയോ My RL. ഇതിൽ അറിഞ്ഞൂടാ. എന്തറിഞ്ഞൂടാ? My അറിഞ്ഞൂടാ. ബാക്കിയെല്ലാം അറിയാവുന്നതാണ്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? M4 R4 L4. ഇതാണ് നമ്മളെ ഫസ്റ്റ്. ഇത് തീർന്നു, ടാബുലേഷൻ തീർന്നു. ഇത് ഗ്രാഫിക്കലി നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോകാം. ഭയങ്കര എളുപ്പമുള്ള ഐഡിയല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കപ്പിൾ പോളിഗൺ വരയ്ക്കാൻ പോകാം. കപ്പിൾ പോളിഗൺ. ഈ കപ്പിൾ പോളിഗൺ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്ന് പറയുന്നത് ഇതിൽ അൺനോണായിട്ട് ഒരു ടേം മാത്രമേ വരും, അല്ലെങ്കിൽ ഒരു ടേം, ബാക്കിയൊന്നും അൺനോണല്ല. ഇപ്പോൾ കപ്പിൾ പോളിഗൺ ഞാൻ ജസ്റ്റ് വരയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് നല്ല ഇത് വെച്ചിട്ട് ഞാൻ കപ്പിൾ പോളിഗൺ ഇവിടെ വരയ്ക്കാൻ പോകും. കപ്പിൾ പോളിഗൺ വരയ്ക്കാൻ പോവാണ്. അതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കും, നമുക്ക് ആവശ്യമില്ല, ചെയ്യുന്നതെന്ന് വലിയ ബന്ധപ്പെട്ട കാര്യമാണ്. ഇതാണ് നമ്മുടെ കപ്പിൾ. ഇത് വെച്ച് കപ്പിൾ പോളിഗൺ വരയ്ക്കുക. കപ്പിൾ പോളിൻ്റെ വാല്യൂസ് കണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് വാല്യൂസ്. പോളിഗൺ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഇവിടെ കപ്പിൾ പോളിഗൺ എഴുതാൻ പോകും. നേരെ മറ്റേ പോളിഗൺ പോലെ തന്നെ ഫോഴ്സ് പോളിഗൺ പോകുന്നുണ്ട്. ഫസ്റ്റ് കപ്പിൾ ഏതാ? ഇതാണ് വാല്യൂ. എന്തോ ആയിക്കോട്ടെ, -0.8
സ്കെയിൽ ചെയ്തെടുക്കാമല്ലോ. 1 സെൻറ്റിമീറ്റർ = 0.1 എന്ന് പറഞ്ഞോ 0.2 എന്ന് പറഞ്ഞോ എടുത്താൽ അതിനനുസരിച്ച് സ്കെയിൽ ചെയ്തെടുക്കാം. ഞാൻ മാഗ്നിറ്റ്യൂഡ് ചർച്ച ചെയ്യുന്നില്ല, നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും വരയ്ക്കാം. പക്ഷേ മൈനസ് ആയതുകൊണ്ട് ഈ ഫോഴ്സ് പോളിയൻ്റെ ഡയറക്ഷൻ കൊണ്ടാണ്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കൊണ്ടാണ് റൈറ്റ് സൈഡിലേക്കല്ലേ. അപ്പോൾ ഇത് ഇവിടുത്തെ കപ്പിളിൻ്റെ ഈ M1-ൻ്റെ പ്ലെയിനിൻ്റെ, അതായത് നമ്മുടെ ഫസ്റ്റ് M1-ൻ്റെ അല്ലെങ്കിൽ M1R1-ൻ്റെ കപ്പിളെന്ന് പറയുന്നത് M1R1L1 ആണ്. അപ്പോൾ അതിൻ്റെ കപ്പിൾ വരയ്ക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫസ്റ്റിൻ്റെ കപ്പിളെന്ന് പറയുന്നത് M1R1L1 അല്ലേ. അത് മൈനസ് ആയതുകൊണ്ട് ഇത് റൈറ്റ് സൈഡിലേക്കല്ലേ ഡയറക്ഷൻ കിടക്കുന്നത്. ഇത് നേരെ എന്തിലേക്ക് വരയ്ക്കുക? ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കുക. ഇതിന് പാരലായിട്ട്, നേരത്തെ വരച്ച പോലെ തന്നെ ഇത് പാരലായിട്ട്, പക്ഷേ ഇങ്ങോട്ട് വരയ്ക്കണം, ലെഫ്റ്റ് സൈഡിലേക്ക്. വാല്യൂ ഇതാണ്, ഇത് കിട്ടി C1 എന്ന് വേണം. ഒരു കാര്യം ഞാൻ എപ്പോഴേ പറയാം, ഇതല്ല കറക്റ്റ് പ്രൊസീജിയർ. പക്ഷേ നിങ്ങൾ ആ സാധനങ്ങളെല്ലാം ചെയ്ത് വരുമ്പോൾ അവസാനം ഇങ്ങനെ തന്നെ ആൻസറായി കിട്ടിക്കോളും. കപ്പിളെന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഇത്തിരി 2-3 സ്റ്റെപ്പുകളുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ അതിന് കിട്ടുന്നു പോകണ്ട, ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. മൈനസ് ആയതുകൊണ്ട് പോസ്റ്റ് ഇങ്ങോട്ട് വന്നതിന് പകരം തിരിച്ചെടുത്തു എന്നുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് 0 ആണ്, അതില്ലല്ലോ. ഇനി അടുത്ത FC2-ൻ്റെ എത്ര? M2R2L2. അപ്പോൾ അത് അതിന് പാരലായിട്ട്, അതിപ്പോൾ ഇത് ഇവിടെ നിന്നാണ് തുടങ്ങിയെന്ന് ഓർമ്മ വേണം. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇവിടെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ വെച്ച് FC2-ൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. FC2-ൻ്റെ അതിന് FC2 എന്ന് പറഞ്ഞാൽ കപ്പിളിൻ്റെ വാല്യൂ, FC2-ന് കറസ്പോണ്ടിങ് കപ്പിളിൻ്റെ വാല്യൂ, അത് FC2 അത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ എങ്ങോട്ടോ ഡയറക്ഷൻ ഇങ്ങോട്ട് മുകളിലോട്ടല്ലേ, അപ്പോൾ അത് മുകളിലോട്ട് തന്നെ വരയ്ക്കുക. നേരത്തെ നെഗറ്റീവ് വന്നതിന് കാര്യം കൊണ്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് വരച്ചത്. അപ്പോൾ ഇത് C2 കപ്പിൾ വരച്ചു. ഇനി അടുത്ത FC, അപ്പോൾ ഇത് നമ്മൾ വരച്ചു, ഇത് വരച്ചു. ഇനി FC3-യുടെ വാല്യൂ ഇതാണല്ലോ, ഇതല്ലേ ഡയറക്ഷൻ, പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ തന്നെ വരയ്ക്കാം. ഇവിടെ നേരെ മുകളിലേക്ക് ഇതിന് പാരലൽ വരച്ചു, C3 ലെൻഡ് കിട്ടി. അപ്പോൾ FC3 വരച്ചു. ഇനി ഇത് വരയ്ക്കാൻ നിൽക്കട്ടെ, കാര്യം ഇതെനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അടുത്ത വരയ്ക്കാമെന്നുള്ള ഏതാ? FC4-ൻ്റെ കപ്പിൾ. ഇതിൻ്റെ വാല്യൂ ഇങ്ങോട്ടാണ്, ഈ വാല്യൂ ഇതാണെന്ന് അറിയാം, ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതിന് പോസിറ്റീവാണ്, ഇത് വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ഡയറക്ഷൻ താഴോട്ടായതുകൊണ്ട് ഇവിടെ നേരെ അതിന് പാരലായിട്ട് വരച്ചു, ലെൻഡ് വെച്ചു. അപ്പോൾ C4 കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ എൻഡുകൾ തമ്മിൽ യോജിപ്പിക്കുക, അതായത് C4-ൻ്റെ എൻഡും ആ തുടക്കം സ്റ്റാർട്ടിംഗ് പോയിൻറ്റും കൂടെ യോജിപ്പിക്കുക. ഇതായിരിക്കും എന്തെന്ന് പറയും, ഇതിൻ്റെ വാല്യൂ ആയിരിക്കും MyR×L. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിൻറ്റ്, ഇപ്പോൾ 8 എന്നോ 0.9 എന്നോ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് എന്ത് എഴുതാൻ പറ്റും? MyR×L = 0.9 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് My കിട്ടൂലേ, My = 0.9/R×L. ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതേ ഡയറക്ഷൻ തന്നെ കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങോട്ട് M-ൻ്റെ വാല്യൂ ആയില്ലേ, My-യുടെ വാല്യൂ ആയില്ലേ, My നമുക്കിവിടെ കിട്ടിയില്ലേ. എന്ന് പറഞ്ഞാൽ My കിട്ടിയെന്ന് മാത്രമല്ല, നമുക്കിതിവിടെ ഡയറക്ഷൻ കൂടെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ടാബുലേഷനിലേക്ക് വീണ്ടും പോകാം. അപ്പോൾ My-യുടെ വാല്യൂ നമുക്ക് എന്തോ ഒരു വാല്യൂ നമുക്ക് കിട്ടി, നോണായി. അപ്പോൾ My നോണായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇതിന് പാരലായിട്ട് എന്ത് ചെയ്താൽ മതി? അവിടെ ചെയ്യുന്ന പോലെ ഇതെടുത്ത് ഇവിടെ വരയ്ക്കുക. ഇവിടെ അതിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു, ഇവിടെ My മാർക്ക് ചെയ്തു, ഇവിടെ R മാർക്ക് ചെയ്തു. ഇത് താഴോട്ടായതുകൊണ്ട് താഴോട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതിന് പാരലായിട്ട് ഈ ഷാഫ്റ്റ് ഘടിപ്പിച്ചു. അപ്പോൾ My എനിക്ക് നോണായി. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, My എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ വാല്യൂ നോണായില്ലേ. ഇനി നമുക്ക് ഫോഴ്സ് പോളിഗൺ വരച്ചാൽ അൺനോണായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഒരു സാധനം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അൺനോണായിട്ട് ഫോഴ്സ് പോളിഗൺ നേരത്തെ വരച്ച മാതിരി തന്നെ ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഫോഴ്സ് പോളിഗൺ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് MX എന്തും കിട്ടും, R ഉള്ളതുകൊണ്ട് നമുക്ക് MX കിട്ടും ഫോഴ്സ് പോളിഗൺ. അപ്പോൾ ഇതെനിക്ക് നോൺ ആയി കഴിഞ്ഞു, അതുകൊണ്ട് ഇവിടെ എനിക്ക് കിട്ടിയത് എനിക്ക് My ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ My കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് My എനിക്ക് ഇവിടെ എടുത്ത് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് പോളിഗൺ വരയ്ക്കുമ്പോഴത്തേക്ക് ഇത് മാത്രം ഇത് കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ വരച്ചാൽ മതി. കാര്യം ഇവിടെ നിന്ന് പുറത്തോട്ടായിരിക്കും ഈ FCY എന്ന് പറയുന്ന സാധനം വരുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? കണ്ട My×R നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. My×R എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാൻ പറ്റും. ഇനി ഇത് നോക്കി ഇങ്ങനെ വരച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കണ്ടുപിടിക്കാത്തത് എല്ലാം വരയ്ക്കുക, അതിനുശേഷം ബാക്കിയുള്ള വരയ്ക്കും. അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിച്ച സാധനങ്ങളെല്ലാത്തിൻ്റെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതാ വേണ്ട? ഫസ്റ്റ് ഇനി അടുത്ത ഫോഴ്സ് പോളിഗൺ വരയ്ക്കാം. ഫസ്റ്റ് ഫോഴ്സ് പോളിഗൺ ഈ പോയിൻറ്റ്, ഫോഴ്സ് പോളിഗൺ എല്ലാം പോസിറ്റീവ് അല്ലേ. FC1 റൈറ്റ് സൈഡിലോട്ട് അറിയാമല്ലോ. FC1 നേരത്തെ നമ്മൾ ചെയ്ത, അതായത് സിംഗിൾ പ്ലെയിനിൽ ചെയ്ത പോലെ. അതായത് FC1-ൻ്റെ വാല്യൂ എനിക്ക് അറിയാം, ഇതാണ് FC1 ഇതാണ്. FC2 ഇത് വരയ്ക്കാൻ കൂടെ, FC2 വരയ്ക്കാം, FC3 വരയ്ക്കാം, FCY വരയ്ക്കാം, അടുത്ത FC4 വരയ്ക്കാം. അപ്പം ഇത് നമ്മൾ ഈ ഡയറക്ഷനിൽ വരച്ചെങ്കിൽ പോയാൽ മതി. ഫസ്റ്റ് FC1 വരച്ചു, പിന്നെ അടുത്ത് എന്താണ് FC2, അതിൻ്റെ ഡയറക്ഷനിൽ മുകളിലോട്ട് FC2 വരച്ചു. അതിൻ്റെ എൻഡ് വെച്ചിട്ട് അടുത്ത FC3-ന് വാല്യൂ മുകളിലോട്ട് FC3 വരച്ചു. ഇനി ഇതിൻ്റെ എൻഡ് വെച്ചിട്ട്, ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല, എല്ലാം പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് ഇഷ്ടമുള്ള FC4 ഇങ്ങോട്ട് വരച്ചു. അടുത്ത എന്താണ്? അടുത്ത എൻഡ് വെച്ചിട്ട് FCY, അത് നമുക്കിപ്പോൾ കിട്ടിയ സാധനമാണ്, അതിന് പാരലായിട്ട് വരച്ചു FCY. പെയിൻറ്റ് ഇവിടെ കിട്ടി. മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചാണ് ഇതിൻ്റെ ലെന്ത് മാറിക്കൊണ്ടിരിക്കും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അൺനോണായിട്ട് നിൽക്കുന്ന സാധനം ഏതാണ്? MX/R അല്ലേ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? MX × R ആയിരിക്കും. അപ്പോൾ ഇതെടുത്ത് എഴുതി കഴിഞ്ഞാൽ
എം എക്സ് ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടും. ഇവിടുന്ന് എം എക്സ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ഈ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ ആർ ചെയ്താൽ മതി, അത്രയും കിലോഗ്രാം ആണ് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഡയറക്ഷൻ കൊടുക്കുക. റിസൾട്ടൻ്റ് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് ആലോചിച്ചോളാം. ഇതേ ഡയറക്ഷനിൽ ബാലൻസിങ് മാസ് കൊടുക്കും. അപ്പം ഇത് പാരലായിട്ട് നമ്മളിവിടെ വരച്ചാൽ മതി. അപ്പോൾ ഇതിന് പാരലായിട്ട് ഇവിടെ ലൈൻ വരച്ചു, അതായിരിക്കും എം എക്സ്, റേഡിയസ് ആർ ആയിരിക്കും. ഇതാണ് ഒരു ടിപ്പിക്കൽ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്കായി. എം എക്സിൻ്റെ വാല്യൂ കിട്ടി, എം വൈയുടെ വാല്യൂ കിട്ടി. എം എക്സ് എം വൈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാസുകളാണ്. എം എക്സ് ഇവിടെ, എം വൈ ഇവിടെ. ഇതാണ് നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു ബേസിക് പ്രൊസീജിയറാണെന്ന് പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു മാനറിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണം. നമ്മളീ പറഞ്ഞത് ഡിഫറെൻറ്റ് പ്ലെയിനിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് മാസസ്, റേഡിയസ്, ആംഗുലാർ പൊസിഷൻ വേണം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലെയിൻസ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഈ ഒരു 2 രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പഴയ പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ, ഷാഫ്റ്റ് ക്യാരീസ് 4 മാസസ് ABCD, 4 മാസം ഉണ്ടെന്നറിയാം. മാഗ്നിറ്റ്യൂഡ്സ് 200, 300, 400, 200. അപ്പോൾ എന്ത് ചെയ്യും? MA 200 കിലോഗ്രാം, MB 300 കിലോഗ്രാം, MC 400 കിലോഗ്രാം, MD വീണ്ടും 200 കിലോഗ്രാം റെസ്പെക്റ്റീവ്ലി ആൻഡ് റിവോൾവിംഗ് അറ്റ് റേഡിയൈ 80, 70, 60, 80. അപ്പോൾ ആദ്യം RA 80 മില്ലിമീറ്റർ, 0.08 മീറ്റർ, മീറ്ററിലാക്കി ചെയ്തത്. RB എത്രയാണ്? 70, 0.07 മീറ്റർ. RC എത്ര? 0.06 മീറ്റർ. അടുത്ത RD എത്രയാണ്? 0.08 മീറ്റർ. ഒരു കാര്യമാണ്, നിങ്ങൾ അപ്ഡേറ്റ് ആവുന്ന വീഡിയോസിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ഇതനുസരിച്ച് ഓർഡർ അനുസരിച്ച് തന്നെ കാണണേ. ഇത് ആദ്യമേ എടുത്ത് വെച്ച് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. ഇതിനു മുമ്പ് ഒരു 4 വീഡിയോ ഉണ്ട്, അപ്പോൾ അത് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാൻ. ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇത് ഇത്രയായി. ഇനി അടുത്ത് നമ്മൾ വേണ്ട എന്താ? ഇതിൻ്റെ റേഡിയസായി. ഇപ്പം ഇത് ആംഗിൾസ് ബിറ്റ്വീൻ ദ ക്രാങ്ക്സ് മെഷേർഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് A to B 45. അപ്പോൾ എയും ബിക്കും ഇടയ്ക്കുള്ള എത്രയാണ്? 45 ഡിഗ്രി എന്നറിയാം. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള ടാബ്ലേഷനും മറ്റേ ഇതിൽ ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വേറൊരു പേപ്പർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ട എന്താ? A to B. അതായതിപ്പം ഫസ്റ്റ് ഞാനിവിടെ വരച്ചു, ഒരു ഷാഫ്റ്റ് വരച്ചിട്ട് ഇവിടെ മാസ് വരച്ചു, MA വരച്ചു. ഇപ്പോൾ ഇവിടുത്തെ റേഡിയസ് RA ആണ്. അപ്പോൾ എയും ബിയും ഇടയ്ക്കുള്ള 45. അപ്പോൾ ഇവിടെ നമ്മൾ MB 45 ഡിഗ്രി വരും. ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ അല്ലേ, ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. B to C 70, B to C വരച്ചു, MC. അപ്പോൾ ഇതെത്ര? 70 ഡിഗ്രി വരച്ചു. പിന്നെ C to D 120. സിയും ഡിയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 120 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 120 ജസ്റ്റ്. അപ്പോൾ MD ഇതിപ്പോൾ ഇത് 120. ഇതിപ്പോൾ ഇടയ്ക്കുള്ളത് തന്നെ പറയണമെന്നില്ല, ഇവിടെ നിന്ന് തന്നെ ഉള്ളതെല്ലാം പറയാം. അപ്പോൾ ഇത് 45, ഇത് ചിലപ്പോൾ 45 + 75 പറയും. മെഷേർഡ് ഫ്രം A എന്ന് പറഞ്ഞ് പറയും. ടു B to C to D എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ അത് ശ്രദ്ധിച്ച് എടുത്തോളാം. ആംഗിൾസ് ചിലപ്പോൾ ഇടയ്ക്കുള്ള പറയാം, ചിലപ്പോൾ ഒരു മാസം എന്നുള്ള പറയാം. ഇതെല്ലാം എടുത്ത് വെച്ചു, അതെല്ലാം എടുത്ത് മാറ്റി വെച്ചു, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ പരിപാടി ഒന്ന് തീർന്നു. B to C വരച്ചു, C to D അതെല്ലാം വന്നു. ഇത് ബാലൻസിങ് മാസസ് ആർ ടു ബി പ്ലേസ്ഡ് ഇൻ പ്ലെയിൻസ് X and Y. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ബേസിക്സ് പറഞ്ഞ അതേ ടൈപ്പിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇട്ടേക്കുന്നത്. X വരുന്നത്. അപ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് A and X ഈസ് 100. അപ്പോൾ പല പ്ലെയിൻസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പ്ലെയിൻസ് പ്ലേസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ പല പ്ലെയിൻസ്, അപ്പോൾ ഒരു ഷാഫ്റ്റ് വരച്ചിട്ട് ആ പ്ലെയിൻസ് എനിക്ക് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഷാഫ്റ്റ് വരച്ചിട്ട് ആ പ്ലെയിൻ മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു ഷാഫ്റ്റ് വരയ്ക്കുന്നു, എന്നിട്ട് പ്ലെയിൻ മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കാം അല്ലേ, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ജസ്റ്റ് റഫായിട്ടങ്ങ് വരച്ചത്. ഫസ്റ്റ് MA എന്ന് പറയുന്ന മാസം എടുത്തു. അപ്പോൾ പ്ലെയിൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്താ പറഞ്ഞത്? ഇങ്ങനെ അവിടെ ഡിസ്റ്റൻസ് ഇൻ പ്ലെയിൻ A and X ഈസ് 100. അപ്പോൾ എക്സും വൈയും ആണ് നമ്മൾ ബാലൻസിങ് മാസം. അപ്പോൾ എയും എക്സിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 100 ആണ്. അപ്പോൾ ഇവിടെ X എന്ന് പറയുന്ന പ്ലെയിൻ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 100 ആണ്, 100 മില്ലിമീറ്റർ ആണ്. ബിറ്റ്വീൻ X and Y ഈസ് 400. അതായത് ഒരു 0.1 മീറ്റർ ആണെങ്കിൽ എക്സും വൈയും ഇടയ്ക്കുള്ളത്, ഇതിപ്പോൾ Y വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, ആ വൈക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 ആണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ളത് 0.4 മീറ്റർ ആണ്. ഇത് ഇത്രയും.
നെക്സ്റ്റ് അടുത്ത ബിറ്റ്വീൻ ഒ ആൻഡ് ഡി ഈസ് 200. അപ്പോൾ ഒയ്ക്കും ഡിക്കും ഇടയ്ക്കുള്ളത് 200 ആണ്. അപ്പോൾ ബി സി ഡി 0.2 മീറ്ററാണ്. ഓക്കെ, പ്ലേസ് ടു എ ആൻഡ് എക്സ് ഈസ് നോക്കട്ടെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാണ്ടോ. സിയും എവിടെ അടി നമ്മൾ ഒരു കാര്യം വിട്ടോ. ഏതാണ്ട് ഇവിടെ ഓൾറെഡി ഇവിടെ ഡിസ്റ്റൻസുകൾ പറഞ്ഞിട്ടുണ്ടാണ്. ഇൻ പ്ലെയിൻസ് മെഷേർഡ് ഫ്രം എ, അത് പല പല പ്ലെയിൻസിലാണ് വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണെന്ന് മനസ്സിലായി. അറ്റ് 300 മില്ലിമീറ്റർ, 400 മില്ലിമീറ്റർ ആൻഡ് 700 മില്ലിമീറ്റർ മെഷേർഡ് ഫ്രം എ. അപ്പോൾ എയിൽ നിന്ന് നമ്മൾ അത് എയിൽ നിന്ന് എന്താണ് ബിയിലേക്കുള്ളത് 300 മില്ലിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മെഷേർഡ് ഫ്രം എ, അതായത് റേഡിയസ്, പല റേഡിയസ്. ഇപ്പോൾ ഇതൊരു ഷാഫ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഇതാണ്, ഇപ്പോൾ എം എ ആണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 300 മില്ലിമീറ്റർ ആണ്. അപ്പോൾ എം ബി ആണ് 300. അപ്പോൾ ഇത് എയിൽ നിന്ന് ബി വരെ ഉള്ളത് 300.3 ആൻഡ് 400 മില്ലിമീറ്റർ ബി സിയിലേക്കുള്ളത്. അപ്പോൾ എം സി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളത് ഇത്രയാണ്, 400 ഉണ്ട്, 0.4. അടുത്ത ഡിയിലേക്കുള്ളത് എം ഡി എന്ന് പറയുന്നത് ഇത്രയാണ്, 0.7. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത അവസാനം നമ്മൾ അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ 3 ഡിസ്റ്റൻസുകളാണ് ഇവിടെ എന്നുള്ളത്. അപ്പോൾ എയിൽ പ്ലെയിൻസിൽ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയിലേക്കുള്ളത് 0.3, ബിയിലേക്കുള്ള 0.4, ഡിയിലേക്കുള്ളത് 0.7. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് എക്സ് വൈയുടെ പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എക്സ് വൈയുടെ പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എ ആൻഡ് എക്സ് ഈസ് 100. അപ്പോൾ എയ്ക്കും എക്സിനും ഇടയ്ക്ക് 100 മില്ലിമീറ്ററാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വരും അല്ലേ, 0.3 ആണ് മൊത്തത്തിൽ, 0.1 വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സാധനം ഇതിനിടയ്ക്കുള്ളത് 0.1 മീറ്റർ വരും. ഇനി അടുത്ത എക്സിന് വൈക്കും അടയ്ക്കുള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ആൻഡ് എക്സ് ഈസ് ആൻഡ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് 400. അപ്പോൾ എക്സിൽ നിന്ന് വൈ വരെ ഉള്ളത്, അപ്പോൾ 400 നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ വരെ ഉള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെ ആയിരിക്കും 400 ഡിസ്റ്റൻസ്. 400 വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ നിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിലേക്കുള്ളത് എന്തായിട്ട് ഇടാം, 0.1 ആയിട്ട് ഇടാം. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ടു വൈ എന്ന് പറയുന്നത് 400 ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ വരും. അപ്പോൾ എക്സ് വരെ ഉള്ള ഡിസ്റ്റൻസ്. ഈ ഒരു സാധനങ്ങൾ നമുക്ക് എന്താണ് ബാലൻസിങ് മാസിൻ്റെ കേസസാണ്. ഈ ബാലൻസിങ് മാസിൻ്റെ കേസ് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യുക, നമുക്ക് നേരത്തെ പറഞ്ഞ ഫിഗറിലേക്ക്, അതായത് ഒരു രീതിയിലേക്ക് വേണം. കാര്യം ഒരു റെഫറൻസ് പ്ലെയിൻ വെച്ചിട്ട് തന്നെ എനിക്ക് വേണം ഇതിനെ മാറ്റിയെടുക്കണം. റെഫറൻസ് പ്ലെയിൻ വെച്ചിട്ട് തന്നെ മാറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ കാര്യങ്ങൾ വരും അല്ലേ. അപ്പോൾ റെഫറൻസ് പ്ലെയിൻ വെച്ചിട്ട് മാറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗുലർ പൊസിഷൻസ് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ റെഫറൻസ് പ്ലെയിൻ വെച്ചിട്ട് ഇതിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ റെഫറൻസ് പ്ലെയിനിലേക്ക് മാറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പം ഇവിടെ റെഫറൻസ് പ്ലെയിൻ വെച്ചിട്ട് നമുക്കിത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കപ്പിൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ കപ്പിൾ കണ്ടുപിടിക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് റെഫറൻസ് പ്ലെയിൻ വെച്ച് വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളൊരു മാസ് ഇത് ഷാഫ്റ്റ് വരച്ചു. ഷാഫ്റ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മാസ് എന്ന് പറയുന്നത് MA ആണ്. ഇതെനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മുടെ ബാലൻസിങ് മാസ് വയ്ക്കുന്നത് MX എന്ന് പറയുന്ന പ്ലെയിനിൽ. പിന്നെ അടുത്ത ഇവിടെ എന്തുണ്ട്, MB ഉണ്ട്. പിന്നെ അടുത്ത MB കഴിഞ്ഞാൽ പിന്നെ അടുത്ത MC. ഇവിടെ എനിക്ക് എന്തുണ്ട്, MC ഉണ്ട്. അടുത്ത നമുക്ക് MCക്ക് ഇടയ്ക്ക് നമ്മൾ എന്ത് വയ്ക്കുന്നുണ്ട്, Y എന്ന് പറയുന്ന ബാലൻസിങ് മാസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് Y എന്ന് പറയുന്ന ബാലൻസിങ് മാസ് MY വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് MD ഉണ്ട്. ഇത് മാക്സിമം കാൽക്കുലേഷൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമുള്ളതാണ്, ഇത്രയും കാൽക്കുലേഷൻസ് വന്നൊന്നുമില്ല. ഇപ്പോൾ മാത്സ് 4 എണ്ണം തന്നിട്ട് അത് 2 എണ്ണം എക്സ്ട്രാ, മൊത്തത്തിൽ 6 മാസം വെച്ചുള്ള ഡീലിംഗ് ആണ്. അപ്പോൾ ഇത്രയൊന്നും പറഞ്ഞണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ മാക്സിമം ഇതിൻ്റെ ഒരു മെത്തേഡ് പഠിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഇതാണ്. ഇത് നമുക്ക് വേണ്ട, നമുക്ക് ഓൾറെഡി പറയാം, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ ഇത് റെഫറൻസ് പ്ലെയിൻ ആണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസുകളാണെങ്കിൽ നമുക്ക് അടുത്ത വേണ്ടത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഈ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത് നോക്കി കണ്ടുപിടിക്കണം. അത് മൊത്തത്തിൽ 3 ആണ്, ഇവിടെ 0.1 ആണ്. അപ്പോൾ ബാക്കി ഇവിടെ എത്ര വരുന്നത്, എത്ര വരും, 0.2 മീറ്റർ. 0.2 മീറ്റർ എടുത്തു. ഇനി അടുത്ത് ഇവിടെ നിന്ന് C വരെ ഉള്ളത് ഇത് 0.2 ആണ്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത്രയും ഉള്ളത് 0.4 ആണ്. 0.4 നിന്ന് ഈ 0.1 കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 0.3 വരും. പിന്നെ അടുത്ത് ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളത് ഒരു റെഫറൻസ് പ്ലെയിനിൽ നിന്ന് Y വരെ ഉള്ളത്, റെഫറൻസ് പ്ലെയിനിൽ നിന്ന് Y വരെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള 0.5 ആണ്. ഇവിടെ നിന്ന് 0.1 കഴിഞ്ഞാൽ അത് 0.4 വരും. പിന്നീട് മൊത്തത്തിൽ എന്താണ്, 0.7 ആണ്. 0.7 നിന്ന് 1 പോയാൽ ഇവിടെ നിന്ന് ഇതുവരെ 0.7 ആണ്. 0.1 പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരെ 0.6 വരും. അപ്പോൾ ഇതാണ് നമ്മൾ അവിടുത്തെ ഓരോന്നിലേക്കുള്ള ഡിസ്റ്റൻസുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡിസ്റ്റൻസുകളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഓരോന്നിലേക്കുള്ള ഡിസ്റ്റൻസുകൾ തരുന്നത്. അപ്പോൾ 0.6 ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസ്. എയിലേക്കുള്ള നമ്മൾ മൈനസ് ആയിട്ട് എടുക്കണം. അപ്പോൾ റെഫറൻസ് പ്ലെയിനിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 0.1 ആണ്. അപ്പോൾ -0.1 ആയിട്ട് എടുക്കും. അപ്പോൾ റെഫറൻസ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസുകളെല്ലാം ആയി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ടാബുലേഷനാണ്. നമ്മൾ ടാബുലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടാബുലേഷൻ ചെയ്യാൻ പോവാണ്. ടാബുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാല്യൂസൊക്കെ വേണം. നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാനത് കാണിച്ചു തരാം, അതെന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ വേണ്ടതെന്ന്. അപ്പോൾ ടാബുലേഷനിലേക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് പ്ലെയിൻസ് ആണ് അല്ലേ. പ്ലെയിൻസ് ഫസ്റ്റ് പ്ലെയിൻ ഏതാ, ഇവിടെ ഇത് നോക്കി എഴുതാം. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ A. അടുത്ത റെഫറൻസ് പ്ലെയിൻ X, അത് RP എന്ന് ഇട്ടു റെഫറൻസ് പ്ലെയിൻ. പിന്നെ അടുത്ത ഏതാ B പ്ലെയിൻ, അടുത്ത ഏതാ C പ്ലെയിൻ, അടുത്ത ഏതാ Y പ്ലെയിൻ. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയിൻ. പിന്നെ അടുത്ത ABCD. അപ്പോൾ ഇത്രയും പ്ലെയിൻസായി. അപ്പോൾ ഇത്രയും പ്ലെയിൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഡീലിങ്സ് എല്ലാം. നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെ, എന്താ ഫസ്റ്റ് ചെയ്തേണ്ടത്, ഈ ഓരോ പ്ലെയിനിലും ഇൻവോൾവ് ചെയ്യുന്ന മാസസ് ഇൻ കിലോഗ്രാംസ്. ഇവിടുത്തെ മാസം എത്ര, MA = ക്വസ്റ്റ്യനിൽ എത്ര പറഞ്ഞിരിക്കുന്നത് 200. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 200 കിലോഗ്രാം. പിന്നെ എക്സ്പ്ലെയിനിൽ നമ്മൾ ബാലൻസിങ് മാസ് അറിഞ്ഞുകൂടാ, അത് നമുക്ക് MX എന്ന് തന്നെ എടുക്കാം. അടുത്ത MB എത്ര, 300. C എത്ര, 400. Y നമുക്ക് അറിഞ്ഞൂടാ, അതാണ് കണ്ടുപിടിക്കാനുള്ള. MY നമുക്ക് MY ആയിട്ടു. MD എത്ര, 200. ഇനി നമുക്ക് അടുത്ത വേണ്ട എന്താ, റേഡിയസ് മീറ്ററിൽ. അപ്പം എയിലേക്കുള്ള റേഡിയസ് എത്ര, 0.08. അപ്പോൾ അത് 0.08. പിന്നെ ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് ബാലൻസിങ് മാസ് അറ്റ് റേഡിയസ് ഓഫ് 0.1 മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് റേഡിയസ് ബാലൻസിങ് മാസിൻ്റെ നോണാണ്, 0.1 മീറ്റർ ഇടാം. അടുത്ത 300ൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.07. ഈ 400ൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.06. ഇതിൻ്റെ റേഡിയസും ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് അല്ലേ, അപ്പോൾ 0.1 ആയിട്ട് കിട്ടാം. ഇനി നമുക്ക് ടാബുലേഷൻ ചെയ്യണം. ടാബുലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇതിലേക്ക് വരച്ചു, പ്ലെയിൻസ് വരച്ചു. പിന്നെ ഞാൻ എന്തെഴുതും, അതിൽ മാസസ് എഴുതും. പിന്നെ എന്തെഴുതും, റേഡിയസ് എഴുതും. പിന്നെ നമ്മൾ എന്തെഴുതും, ഫോഴ്സസ് എഴുതും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബൈ ω² മതി. പിന്നെ നമ്മൾ എന്തെഴുതും, ലെന്ത് എഴുതും. പിന്നെ നമ്മൾ കപ്പിൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് ഏതാണ്, A പ്ലെയിൻ. പിന്നെ അടുത്ത റെഫറൻസ് പ്ലെയിൻ X, അത് റെഫറൻസ് പ്ലെയിൻ ആയതുകൊണ്ട് അതിങ്ങനെ എഴുതി. പിന്നെ അടുത്ത പ്ലെയിൻ B. പിന്നെ അടുത്ത പ്ലെയിൻ C. അടുത്ത പ്ലെയിൻ Y, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്ലെയിൻ. അടുത്ത പ്ലെയിൻ D. ഇത് വാല്യൂസ് മാർക്ക് പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുറച്ച്. ഇനി എന്താ ചെയ്യേണ്ടത്, വാല്യൂസ് എഴുതാം. ഇതിൽ മാസം എത്ര, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, MA 200 കിലോഗ്രാം. മുകളിൽ യൂണിറ്റ് ഇങ്ങനെ എഴുതിയിരുന്നാൽ മതിയേ. Yയിൽ മാസം അറിഞ്ഞൂടല്ലോ, അതിൽ നമുക്ക് കണ്ടുപിടിക്കാം. MX
അതെത്ര, എം ബി എത്ര 300, എം സി എത്ര 400, എം വൈ നമുക്ക് കണ്ടുപിടിക്കണം ബാലൻസ് മാസ്. എം ഡി എത്ര 200. അടുത്ത റേഡിയസ് ഓരോന്നിൻ്റെ എയുടെ റേഡിയസ് എത്ര 0.08. അടുത്ത ബി ഇതിൻ്റെ റേഡിയസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു അവിടെ ഇത് ബാലൻസിങ് മാസ്. ഇത് ബാലൻസിങ് മാസ് റിവോൾവിങ് അറ്റ് റേഡിയസ് ഓഫ് 100 millimeter. ഇപ്പോൾ 0.1 ഇതും ബാലൻസിങ് മാസ് ആയതുകൊണ്ട് ഇത് 0.1. ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ആദ്യമേ തന്നിട്ടുണ്ടായിരുന്നു 0.08. എം ബിയിലത് എം സിയുടെ എത്ര 0.06. അടുത്ത എം ഡിയുടെ എത്ര 0.08. പിന്നെ ഇത് കണ്ടുപിടിക്കുക രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം മാസുകൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആയത് 200 ഇൻറ്റു എന്ത് ചെയ്താൽ മതി 0.08 ചെയ്താൽ മതി. അപ്പോൾ 200 ഇൻറ്റു 0.08 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും 16 കിട്ടും. ഇനി അടുത്ത ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും 0.1 mx കിട്ടും. ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും 300 ഇൻറ്റു 0.0 റേഡിയസ് 0.07 അല്ലേ, സോറി ഇത് 0.07 ആണ്. 0.07 ചെയ്യുമ്പോഴത്തേക്ക് രണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 കിട്ടും. അടുത്ത 400 ഇൻറ്റു 0.06 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും 24 കിട്ടും. അടുത്ത എം വൈ ഇൻറ്റു 0.1 അപ്പോൾ 0.1 എം വൈ. അപ്പോൾ ഇനി അടുത്ത 200 ഇൻറ്റു 0.08 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും 16 കിട്ടും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് വാല്യൂസ് നമുക്ക് അൺനോണാണ്. ഏതൊക്കെയാണ്? ഇത് അൺനോണ, ഇത് അൺനോണ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ഫോഴ്സ് പോളിഗൺ ആദ്യമേ വരപ്പോൾ നടക്കില്ല. അപ്പോൾ ഫോഴ്സ് പോളിഗൺ നമുക്കറിയാവുന്നതാണ് ഇവിടെ നിന്ന് റേഡിയസ് ഡയറക്ഷൻ എഫ് സി എ, ഇത് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ എഫ് സി ബി, ഇത് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ എഫ് സി എ ബി സി. അടുത്ത ഇത് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ എഫ് സി ഡി. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂന്നും അറിയാം, പക്ഷേ അത് വരയ്ക്കാൻ നിർവാഹമില്ല. കാര്യം ഇത് മൂന്ന് ഈ നാലെണ്ണം അറിയാം, പക്ഷേ ഈ രണ്ട് സാധനങ്ങൾ ബാലൻസിങ് ആയിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ അറിഞ്ഞതുകൊണ്ട് അത് ക്ലോസ്ഡ് പോളിഗൺ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ അത് പറ്റത്തില്ല. ഇനി നമുക്ക് ലെന്തുകൾ മാറിക്കണം. ലെന്ത് മാറിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാൽ ലെന്ത് നമ്മൾ എഴുതി വെച്ചല്ലോ, ജസ്റ്റ് അത് തൊട്ട് എഴുതി വെച്ചാൽ മതി. ഇതിലേക്കുള്ളത് മൈനസാണ്. റെഫറൻസ് പ്ലെയിനിൽ നിന്ന് എ എന്ന് പറയുന്ന പ്ലെയിനിലേക്കുള്ള ലെന്ത് -0.1, റെഫറൻസ് പ്ലെയിനിലേക്കുള്ള തന്നെ ലെന്ത് 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോയില്ലേ. ഇതിലേക്കുള്ള 0.2, ഇതിലേക്കുള്ളത് 0, ബാക്കിയെല്ലാം പോസിറ്റീവ്. റൈറ്റ് സൈഡെല്ലാം പോസിറ്റീവ്, ഇങ്ങോട്ടെല്ലാം പോസിറ്റീവ് എടുത്തു. ഞാൻ ഇങ്ങോട്ടെല്ലാം എന്തെടുക്കുക നെഗറ്റീവ് എടുക്കുക. ഇത് എത്ര വരും 0.4. നമ്മൾ വേണ്ട ഈ വൈയിലേക്കും ലെന്തുണ്ട് നമുക്ക് 0.4. ഇങ്ങോട്ട് 0.6. ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 16 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ കിട്ടും -1.6 കിട്ടും. ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 0 കിട്ടും. ഇനി ഇതിനോട് മൾട്ടിപ്ലൈ കപ്പിൾ കണ്ടുപിടിക്കാൻ 21.2 4.2 കിട്ടും. അതായത് 24 ഇൻറ്റു 0.3 ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും 7.2 കിട്ടും. ഇനി 0.4 ഇൻറ്റു 0.1 ഇൻറ്റു എന്താണ് എം വൈ എം എന്ത് കിട്ടും 0.04 എം വൈ കിട്ടും. അപ്പോൾ ഇത് അണ്ണാണേ. ഇനി അടുത്ത് എന്താ 0.6 ഇൻറ്റു 1.6 ഇപ്പോൾ എത്ര കിട്ടും 9.6 കിട്ടും. ഇതിൽ അണ്ണോണാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വരയ്ക്കാം കപ്പിൾ പോളിഗൺ വരയ്ക്കാം. ഇവിടെ കപ്പിൾ പോളിഗൺ വരയ്ക്കും. ഇവിടെ കപ്പിൾ പോളിഗൺ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ വാല്യൂ മാത്രം മതി. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും കപ്പിൾ പോളിഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വാല്യൂസ് എല്ലാം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് എഴുതിയാണ് കേട്ടോ. അതിൻ്റെ അല്ല ചുമ്മാ വരയ്ക്കാം. എന്നൊക്കെ കപ്പിൾ പോളിഗൺ വരയ്ക്കാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഒരു പോയിൻ്റ് എടുത്തു. ഈ സ്ക്രീൻ സ്പേസിങ് കുറവായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ സാധനം. ഇവിടെ വരയ്ക്കുന്ന കപ്പിൾ പോളിഗണാണ്. ഒരു ട്രൈപ്പോഡ് മേടിക്കാം. അപ്പോൾ ഇനി അടുത്ത എഫ് സി എ അല്ലേ, ഇതിന് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കപ്പിൾ താണ്ട ഇവിടെ കിടപ്പുണ്ട് അല്ലേ. എഫ് സി എക്ക് കറസ്പോണ്ടിങ്ങേക്കാൾ -1.6 മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1.6 സെൻറ്റിമീറ്റർ എടുത്ത് 1 സെൻറ്റിമീറ്റർ ഈക്വൾ ടു 1 കപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് വരും, ഇത് കിലോഗ്രാം മീറ്ററാണ്, ഇത് ലെന്ത് കൂടെ വരും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈക്വൾ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ചെയ്താൽ 1.6 വരെ 1.6 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അത് കണക്കിട്ടെ സ്കെയിലിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഇത് -1.6 ആയതുകൊണ്ട് ഇവിടുത്തെ വാല്യൂ അങ്ങോട്ട് പോസിറ്റീവ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് നേരെ മൈനസായിട്ട് ഫസ്റ്റ് കപ്പിൾ വരച്ചു. അടുത്ത എഫ് സി എ, അപ്പോൾ എഫ് സി എ വരച്ചു. അടുത്ത സി ബി വരയ്ക്കാൻ ഇവിടെ മറ്റേ 0, സി ബി വരയ്ക്കാൻ ഇവിടെ വാല്യൂ എത്ര ബിയുടെ എത്ര 4.2 ബി വരയ്ക്കാൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് സി ബി എങ്ങോട്ടാണ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് കാണിച്ചു സി ബി. അടുത്ത സി വരയ്ക്കണം. സിയുടെ വാല്യൂ നമുക്കിവിടെ എത്ര ഉണ്ട്, സിയുടെ വാല്യൂ 7.2 പോസിറ്റീവ് ആയതുകൊണ്ട് അതേ സിയുടെ അതേ ഡയറക്ഷൻ സി അങ്ങോട്ടാണ്. അപ്പോൾ സി വരച്ചു. ഇനി അടുത്ത ഏതാ ഡയറക്ഷൻ മാർക്ക് ചെയ്തത് ഇങ്ങോട്ടാണ് വരച്ചത് നെഗറ്റീവ്, ബാക്കിയതാണ് പോസിറ്റീവ്. ഇനി അടുത്ത സി കഴിഞ്ഞാൽ അടുത്ത സി ഡി ആണ് നമ്മളിവിടെ നോക്കുമ്പോൾ സി ഡി എത്ര 9.6.
9.6 പോസിറ്റീവാണ്. അപ്പം നമുക്ക് 9.6 ഡയറക്ഷൻ എന്താ സി ഡി ഡയറക്ഷൻ. ബാക്കി ഇതായിരിക്കും. ബാക്കിയുള്ളത് ഇതിലേതാ ബാക്കിയുള്ളത്? ഈ സാധനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ 0.04 MY എന്നെടുത്ത് എഴുതാം. അപ്പം നമുക്ക് 0.04 MYക്ക് ഇവിടെ അളന്നെടുക്കുമ്പോൾ ഈ സാധനം അളന്നെടുത്താൽ ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും. അവിടെ നമുക്ക് എന്ത് കിട്ടും? MY കിട്ടും. MY കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അതിലെന്ത് മാർക്ക് ഇതിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. MYയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 0.04 MY നിങ്ങൾ അളന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് വാല്യൂ ഞാൻ പറയില്ല, നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഞാൻ അസൈൻമെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ 0.04 MY എന്ന് പറയുന്ന സാധനം നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. 7.53 ആണെന്ന് വെച്ചോ. ആണെങ്കിൽ MYയുടെ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വാല്യൂ ഉണ്ടാവും 182 കിലോഗ്രാം എന്നുണ്ടാവും. അപ്പോൾ 182 കിലോഗ്രാമാണ് നമുക്ക് MY കിട്ടുന്നത്. അപ്പോൾ MY 182 കിലോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് പ്ലേസ് ചെയ്യുമ്പോൾ വേണം ഇവിടെ. അപ്പോൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇതിന് പാരലായിട്ട് MY നമുക്ക് ഇതിന് പാരലായിട്ട് ഇവിടെ വരച്ചാൽ മതി. പിന്നെ ഡയറക്ഷനായിട്ട് വരച്ചു, ഇവിടെ MY വരച്ചു. വേണം ഈ പൊസിഷനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ അളന്നെഴുതുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത്, അപ്പോൾ പൊസിഷൻ ചോദിക്കുമ്പോൾ ഈ ആംഗിൾ അളന്നെഴുതുക, MYയുടെ പൊസിഷനാണ്. അപ്പോൾ നമുക്കിവിടെ ഉദ്ദേശം എന്താ? MY കിട്ടിക്കഴിഞ്ഞു അല്ലേ? MY എത്രയും കിട്ടി? 182. അപ്പോൾ ഇവിടെ നമുക്ക് .1 × 182 ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ റീപ്ലേസ് ചെയ്യാം? 0.1 × 182 എന്ന് പറയുന്ന സാധനം എടുത്ത് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അൺനോണായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഒരു ടൈം. അപ്പോൾ ഇനി നമുക്ക് ഫോഴ്സ് പോളിയൻ വരയ്ക്കാം. അപ്പോൾ ഇതിൽ ഫോഴ്സ് പോളിയൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് FCY കണ്ടുപിടിക്കണം. FCY റേഡിയൽ ഔട്ട്വാർഡാണ്. ഫോഴ്സ് പോളിയൻ നമുക്കിങ്ങനെ വരയ്ക്കാം. ഒരു .O എടുത്തു. ഫോഴ്സ് പോളിയൻ എല്ലാം പോസിറ്റീവാണ്. റൈറ്റ് സൈഡിലേക്ക് FCA നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരച്ചു. ഇതിൻ്റെ എൻഡ് വെച്ചു. ഇതിൻ്റെ എൻഡ് വെച്ച് FCB വരച്ചു. ഇതിൻ്റെ എൻഡ് വെച്ചിട്ട് അടുത്ത FCC വരച്ചു. ഇതിൻ്റെ എൻഡ് വെച്ചിട്ട് അടുത്ത FCD പാരലായിട്ട് വരച്ചു. ഇതിൻ്റെ എൻഡ് വെച്ചിട്ട് അടുത്ത FCY നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് അതും വരച്ചു. ഉണ്ടോ? ഇത് FCY. പിന്നെ അത് രണ്ടും കൂടെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് പോളിയനിലാണ്. ഫോഴ്സ് ഇതിപ്പോൾ നമ്മൾ വരച്ചത് എന്താ? ഫോഴ്സ് പോളിയൻ. എല്ലാം പോസിറ്റീവ് ആയിട്ട്. ഫോഴ്സ് പോളിയൻ അൺനോണായിട്ടുള്ളത് 0.1 MX അല്ലേ? അപ്പോൾ ഈ കിട്ടിയ സാധനം എന്താണ്? 0.1 MX ആണ്. അപ്പോൾ 0.1 MXൻ്റെ വാല്യൂ നമുക്കിവിടെ ഒരു സാധനം കിട്ടും. അവിടെ നിന്ന് MX = നമുക്കൊരു വാല്യൂ ഉണ്ടാവും. MX എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നോർമലി ഒരു 355 കിലോഗ്രാമിന് അറൗണ്ടായിട്ട് വരും. അപ്പോൾ MX കിട്ടി. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കണ്ടുപിടിച്ച് ഇത് എഴുതി വെച്ചുകൊണ്ട് വരരുത് പ്ലീസ്. സ്വന്തമായിട്ട് പ്രോബ്ലം വായിച്ച് നോക്കി ഡൗട്ടുള്ളത് താഴെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് തന്നെ ചോദിക്കണം. പിന്നെ ഞാൻ തരുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഈ 4 കാര്യം നമ്മൾ ചെയ്ത ഈ 2 ക്വസ്റ്റ്യൻസും അതുകൂടാതെ റൊട്ടേറ്റിംഗ് ഇൻ എ സെയിം പ്ലെയിൻ, സിംഗിൾ പ്ലെയിനിലുള്ള ഒരു ക്വസ്റ്റ്യനും ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും പിന്നെ ഡിഫറൻറ്റ് പ്ലെയിനിലുള്ള വേറൊരു എക്സ്ട്രാ ക്വസ്റ്റ്യനും തന്നെ. ഈ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെ വേണം ചെയ്ത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 10 മാർക്ക്. ഓക്കെ, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്, കളയരുത്. ഡ്രോമാണ്. പിന്നെ സ്റ്റാറ്റിക് ബാലൻസിങ്, ഡൈനാമിക് ബാലൻസിങ് കണ്ടീഷൻസ് മാത്രമേ ഇതിൽ തിയറി ആയിട്ടുള്ളൂ. വേറെ വലിയ സംഭവമൊന്നുമില്ല. ഇതിൽ ഇനി ട്വിസ്റ്റ് വരുന്ന ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ നമുക്ക് റൊട്ടേറ്റിംഗ് മാസിൻ്റെ ബാലൻസും തീർന്നു എന്ന് പറയാം. ഇനി നമുക്ക് വേണ്ടത് റെസിപ്രോക്കേറ്റിംഗ് മാസും ഉണ്ട്, വി എഞ്ചിനും ഉണ്ട്. ഓക്കെ.